നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് വിധിക്കരുത്. വിധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ചിലരുടെ മക്കൾ കറുത്തിട്ടായിരിക്കും. അവൻ്റെ ആ കൊച്ചിൻ്റെ ഒരു കളറ്, അപ്പനെ അമ്മയൊക്കെ എന്ത് സുന്ദരനാ ആ കൊച്ചിൻ്റെ ഒരു കളറ്. അല്ലെങ്കിൽ ഒരാൾ കല്യാണം കഴിച്ച് കഴിയുമ്പോൾ നിൻ്റെ ഭാര്യയുടെ കളർ എന്താ, ഇതിനെയൊക്കെ ആരെങ്കിലും കല്യാണം കഴിക്കുമോ? ഈ രീതിയിലൊക്കെ നമ്മുടെ കയ്യിൽ നിൽക്കാത്ത കുറേ കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് വിമർശിക്കുക. ഇപ്പം പഠിക്കുന്നേ അപ്പനും അമ്മ എന്ത് നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന അവൻ ഒട്ടും പഠിക്കത്തില്ല, വെറും ഉഴപ്പാണ്. ഇങ്ങനെ ഓരോരോ കാര്യങ്ങളുടെ പേരിൽ ഇങ്ങനെ നമ്മൾ മറ്റുള്ളവരെ കളിയാക്കുമ്പം അതൊരു ബൂമറാങ്ങാണ്. അത് തിരിച്ച് നമ്മുടെ മക്കളിലൂടെയോ മരുമക്കളിലൂടെയോ നമുക്കത് തിരിച്ചു വരും. അതുപോലെ തന്നെയാണ് നമ്മുടെ കാര്യങ്ങളെക്കുറിച്ച് അഹങ്കരിച്ച് മറ്റുള്ളവരോട് പുച്ഛിക്കുകയാണെങ്കിൽ നമ്മൾ അഭിമാനിക്കുന്ന സംഭവം നഷ്ടപ്പെടാൻ വലിയ താമസമൊന്നുമില്ല. നഷ്ടപ്പെട്ടേക്കാം. ഇപ്പം ഹസ്ബൻഡിനെ കുറിച്ച് ഓർത്ത് അഭിമാനിക്കുകയും മറ്റുള്ളവരെ പുച്ഛിക്കുകയും ചെയ്യും. ഹസ്ബൻഡിന് ഒരു ആക്സിഡൻറ്റ് പറ്റിയാലോ, മക്കളെ സംബന്ധിച്ച് അഭിമാനിക്കുന്നതും മറ്റുള്ളവരെ കൊച്ചിൻ്റെ കാര്യം പറഞ്ഞ് കൊച്ചാക്കുകയും. ഇപ്പം നമ്മുടെ കുട്ടി നല്ലപോലെ പഠിക്കുകയും എല്ലാ കഴിവുണ്ടെങ്കിൽ വേറൊരു കുട്ടിക്ക് ആ കഴിവുകളൊന്നും ഇല്ലെങ്കിൽ നമ്മളത് പറഞ്ഞ് പുച്ഛിക്കുകയും ചെയ്യാൻ, കൊച്ചിന് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാലോ. അപ്പം പല കാര്യങ്ങളും നമ്മുടെ കയ്യിലല്ല. അപ്പം ആ ഓർമ്മ നമുക്ക് എപ്പോഴും വേണം. അപ്പം അഹങ്കരിക്കുകയും പുച്ഛിക്കുകയും മറ്റുള്ളവർ വിധിക്കുകയും ചെയ്താൽ ഇതൊരു ബൂമറാങ്ങാണ്. ഇത് നമുക്കെതിരെ തന്നെ ആഞ്ഞടിച്ചേക്കാം. അപ്പോൾ ഇന്നിത്രയേ ഉള്ളൂ. താങ്ക് യു.